നമ്മുടെ ഇന്നത്തെ വീഡിയോ 2025 എടുക്കുന്ന ലാസ്റ്റ് വീഡിയോയും 2026 വരുന്ന ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചെടി നടലാണ്. വീടിന്റെ മുറ്റത്ത് ബേഡ് ചെറിയുടെ ഒരു തൈ വീണ് മുളച്ചതാണ് കേട്ടോ. ഞാൻ അതൊന്നും മാറ്റി നടുകയാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ മുറ്റം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് JCB വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി മുതലേ ഓരോരോ പണികളായിരുന്നു. കല്ലുപൊടി മാറ്റാനുണ്ടായിരുന്നു, കല്ല് മാറ്റാനുണ്ടായിരുന്നു, അങ്ങനെ തിരക്ക് പിടിച്ച കുറച്ച് പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലത്തെ ചെടി നടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോയത്. അപ്പോൾ രാവിലെ നമുക്കിന്ന് കഴിക്കാനായിട്ട് പുട്ടും ഗ്രീൻ പീസ് കറിയാണ്, ഗോതമ്പൂട്ടാണ് കേട്ടോ. ഗോതമ്പൂട്ട് ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ഞാനിപ്പോൾ ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വെറുപ്പിക്കുന്ന വരെ ഞാൻ അത് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കടുകൊക്കെ വറുത്തിട്ട് ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് പുട്ടാന്ന് അറിഞ്ഞുകൊണ്ട് അറിയാലോ, കുഞ്ഞൂസ് എന്തായാലും ഇവിടെ നിൽക്കൂല. കുഞ്ഞൂസ് അപ്പുറത്ത് അമ്മ ചപ്പാത്തി എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം വേഗം കഴിച്ചു. പിന്നെ ഞങ്ങളുടെ മുറ്റത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടുള്ളത്. മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് ഒരു ലെവലില്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് JCB വന്നിട്ടുണ്ട്. എത്ര വലുതായാലും JCB കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ. കുറേ നേരം അത് ചെയ്യുന്ന പണികളൊക്കെ നോക്കി അങ്ങനെ നിന്നു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് JCB ഇതാ പോയിട്ടുണ്ട്. പിന്നെ കുഞ്ഞൂസ് ഇതവിടെ അർമ്മതിച്ച് കളിയാണ് കേട്ടോ. കുഞ്ഞൂസ് മാത്രമല്ല, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കുഞ്ഞൂസ് മണ്ണി കളിക്കുന്നതുകൊണ്ട് അവനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് കേട്ടോ അമ്മ എന്നെ. പിന്നെ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചു. എന്തായാലും മുറ്റം നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ന്യൂ ഇയറിനുള്ള കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഈ ഡ്രസ്സ് ഞാൻ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് പുതുതായിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഷെയ്ഡ് ഡ്രസ്സാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ഞാൻ ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല, സ്മോൾ സൈസ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈ കുറച്ച് ലൂസാണ്, പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചും കൂടി ഭംഗി. ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. കേക്ക് ഫോർ യു എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കാട്ടിക്കുള എടയൂർക്കുന്നാണ്. 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ ഫ്രീ ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഏടത്തിയമ്മയുടെ ബർത്ത്ഡേക്ക് ഇവരുടെ അടുത്തായിരുന്നു കേട്ടോ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻസ്റ്റാ പേജ് മറക്കണ്ട, കേക്ക് ഫോർ യു എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേക്കൊക്കെ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 കേക്ക് വാങ്ങിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ ഏടത്തിയമ്മമാരും കുട്ടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അച്ഛനും അമ്മയും ഏട്ടന്മാരും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കേക്കിന് തീം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എന്നാലും അവരെനിക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഏട്ടന്മാർക്ക് ന്യൂ ഇയർ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അവർ പോകുന്നതിന് മുമ്പായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അച്ഛനും അമ്മമാരുടെ സന്തോഷമല്ലേ നമ്മുടെ ഈ സന്തോഷം. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് അറിയോ, മിക്കവാറും കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമായിരിക്കും നമ്മുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്കുള്ള ഫുഡും വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ കുഞ്ഞൂസ് ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുറമേ നിന്നുള്ള ഫുഡൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് പുറമേ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചതാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ 12 മണി ആവാനൊന്നും കാത്തു നിന്നില്ല കേട്ടോ. കുഞ്ഞൂസ് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ കേക്ക് കാണിച്ചു തന്നില്ലേ, ആ ഒരു തീമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെയും കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുഞ്ഞൂസ് ഞാനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ളൊരു വർഷമായി മാറട്ടെ കേട്ടോ.